الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ടു സാക്ഷാൽ മുഅ്മിനുകളായി, മുഅ്മിനാത്തുകളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണമെന്ന്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷ്മത പുലർത്തി മുമ്പോട്ട് പോകണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. മഹാകാരുണ്യത്തിൻ്റെ നിറകുടമായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൻ്റെ ഇസ്ലാമീകരണം എന്ന വിഷയത്തിൽ ഭാര്യാഭർത്താക്കന്മാർ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു ചർച്ചയാണ് നാം പറഞ്ഞു വന്നത്. സ്ത്രീയും പുരുഷനും അവരവർക്ക് റബ്ബ് നിർണയിച്ചു തന്ന ചുമതലകൾ സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടി നിർവഹിക്കാൻ തയ്യാറാകുമ്പോൾ വീട് സംഘർഷമുക്തമാകും, കുടുംബം സമാധാനപൂർണമാകും. സത്യത്തിൽ വീടിൻ്റെ ഉള്ള് അധികാര തർക്കങ്ങളുടെ കളരിയല്ല. ആർക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ അധികാരം എന്ന ഒരു കലാപത്തിൻ്റെ വേദിയല്ല കുടുംബം. തീർച്ചയായും നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, ഗൃഹനാഥൻ പുരുഷനാണ്. ഗൃഹനാഥൻ الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. പ്രകൃതിപരമായ പ്രത്യേകതകളാലും ജീവിതത്തിന്, കുടുംബത്തിന് വേണ്ട ചിലവുകൾ നിർവഹിക്കുന്നതിനാലും പുരുഷനെ അല്ലാഹു സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക വഴി ഗൃഹനാഥനാക്കുകയാണ് ചെയ്തത്. അത് സ്ത്രീ സമൂഹത്തിന്റെ മേൽ കുതിര കയറാനുള്ള ലൈസൻസ് അല്ല, അത് പുരുഷാധിപത്യമല്ല എന്നും നാം സൂചിപ്പിച്ചു. ഞങ്ങളുടെ ഒരു അധ്യാപകന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പുരുഷൻ പ്രധാനമന്ത്രിയും സ്ത്രീ ആഭ്യന്തരമന്ത്രിയുമായ ഒരു സംവിധാനമാണ് വാസ്തവത്തിൽ കുടുംബത്തിൽ നടക്കേണ്ടത്.
എങ്ങനെയായിരിക്കണം ഒരു നല്ല ഭർത്താവ് എന്നതിനെ സംബന്ധിച്ച് ചില പ്രമാണങ്ങളാണ് നാം കഴിഞ്ഞ ഖുതുബയിൽ ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന്, ഗൃഹനാഥയായ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ എങ്ങനെയാണ് തന്റെ ഭർത്താവിനോട്, ഗൃഹനാഥനോട് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായ വെളിച്ചങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രവിക്കുകയും കഴിവിന്റെ പരമാവധി അത് പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുകയുമാണ് നമ്മുടെ കുടുംബങ്ങളെ ഇസ്ലാമീകരിക്കാനുള്ള മാർഗം എന്ന് നാം തിരിച്ചറിയണം. സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് പറയാറുണ്ട്, അവരാണ് ലോകത്തെല്ലാ ഇടങ്ങേറുകൾക്കും കാരണം എന്ന്. എല്ലാ പ്രശ്നങ്ങളും എല്ലാ സാംസ്കാരികമായ പതനങ്ങളും യഥാർത്ഥത്തിൽ പെണ്ണുവഴി സംഭവിക്കുന്നതാണ് എന്ന്. തീർച്ചയായും ഒരു പരിധിവരെ അത് ശരിയുമാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, മാ തറക്തു ബഅദി ഫിത്നതൻ അളറ അലൽ റിജാലി മിനൻ നിസാ. നബി പറഞ്ഞതാണ്, എനിക്ക് ശേഷം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇടങ്ങേറുള്ള പരീക്ഷണം അളറ അലൽ റിജാലി, അത് സ്ത്രീകളെ സംബന്ധിച്ചുള്ളതാണ് എന്ന് പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കുടുംബത്തിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എവിടെയും ഈ സ്ത്രീ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവളുടെ രാക്ഷസീയമായ, വളരെ വശീകരിക്കുന്നതും എന്നാൽ അപകടപ്പെടുത്തുന്നതുമായ ശൈലി, രൂപം, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം പണ്ട് കവി പാടുന്ന പിശാച് എന്ന് സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞത്. നാരികൾ നാരികൾ നാരകീയാഗ്നികൾ ലോകവിപത്തിന്റെ നാരായ വേരുകൾ എന്നാണ് അദ്ദേഹം എഴുതിയത്. എല്ലാ പ്രശ്നത്തിന്റെയും മൂലകാരണം സ്ത്രീയായി മാറുന്ന ഒരവസ്ഥ. ഒരുപടി ആളുകൾ ഈ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയതായി കാണാം. ഇംഗ്ലീഷിൽ പറയലുണ്ടല്ലോ, വണ്ടർഫുൾ ഇൻസ്ട്രുമെന്റ് ഫോർ എൻജോയ്മെന്റ് എന്നാണ്, പക്ഷേ വറീസ് ഇൻവൈറ്റഡ് ഫോർ എവർ എന്ന് പറയും. വാസ്തവത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് സ്ത്രീ. അതേസമയമോ വറീസ് ഇൻവൈറ്റഡ് ഫോർ എവർ, എല്ലാ കാലത്തേക്കുമുള്ള ഇടങ്ങേറു കൂടിയാണത് എന്ന് ജർമ്മൻ കവിയായ റിൽക്കെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒരു പെണ്ണിനെ വിശ്വസിക്കുമെങ്കിൽ അവൻ എ ഫൂൾ വൺ ഹു ട്രസ്റ്റ് ഹെർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വിഡ്ഢിക്ക് മാത്രമേ ചാഞ്ചാടുന്ന പ്രകൃതമുള്ള ഈ പെണ്ണിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കാൻ സാധിക്കൂ എന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും മറുവശത്ത് മറ്റൊരു ലോകം നമ്മൾ കാണുന്നു. അത് സാത്വികരായ, സൽവൃത്തകളായ, ചാരിത്രശുദ്ധിയുള്ള, സ്വഭാവമേന്മയുള്ള, കുലീനതയുള്ള, നല്ല സൽവൃത്തകളായ സ്ത്രീകളുടെ മറ്റൊരു ലോകവും ചരിത്രം കണ്ടിട്ടുണ്ട്. അത് മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹമാരുടെ ലോകമാണ്. ഫറോവയുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കുമ്പോൾ ഒരുപക്ഷെ സഭയിൽ ചർച്ച ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായപ്പോഴും ഇത് ഖാലത്ത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന് ആദർശത്തിന്റെ ഭാഗത്ത് അടിയുറപ്പോടുകൂടി നിലകൊണ്ട് സഹനപൂർവ്വം ആ മർദ്ദനങ്ങളെ തരണം ചെയ്ത മഹദിയായ ആസിയമാരുടെ സ്ത്രീകളുടെ മറ്റൊരു ലോകമുണ്ട്. മറിയം ബീവിയുടെ ലോകമുണ്ട്. വിശുദ്ധി എന്ത് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത, സഹനമെന്ത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മറിയം. വക്കാനത്ത് മിനൽ ഖാനിത്തീൻ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ രണ്ട് വനിതകളും വനിതകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് കൂടി മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ ഒരുപാട് സ്ത്രീരത്നങ്ങളെ കാണുന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിമാർ, അവരെ മറുലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വലിയ ചരിത്രമാണ്. മഹദിയായ ഉമ്മു സുലൈമിനെ പോലുള്ള പ്രവാചക പത്നിമാർ, വിവേകമെന്ത് എന്ന് പുരുഷന് കാണിച്ചു കൊടുത്ത, പ്രവാചകന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ഉമ്മു സലമ റളിയല്ലാഹു അൻഹ.
അറിവിൽ ഒരുപക്ഷെ പുരുഷന്മാരെ പോലും അസൂയപ്പെടുത്തുന്ന ഒരു രംഗത്തെത്തിച്ചേർന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഉദാരതയിൽ എന്നും ലോകത്തിന് വിസ്മയമായി തീർന്ന ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ അമ്മ. പാവങ്ങളുടെ അമ്മ ആരാണ്? നമ്മുടെ കുട്ടികളോട് പരീക്ഷ പേപ്പറിൽ ചോദ്യപേപ്പറിൽ ചോദിച്ചാൽ സൈനബ് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടൂല, അത് മറ്റൊരു സംഭവമാണ്. അത് മദർ തെരേസ എന്ന് തന്നെ എഴുതണം. പക്ഷേ ചരിത്രത്തിൽ ഉമ്മുൽ മസാക്കീൻ മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ തന്റെ കഫൻ പുടവ ഒരുക്കി വെച്ചിരുന്ന മഹദിയായ സൈനബ്, അപ്പോഴാണ് ഖലീഫ മറ്റൊരു കഫൻ പുടവ അവർക്കായി കൊടുത്തയക്കുന്നത്. സൈനബ് പറഞ്ഞു, ഈ ഒരു കഫൻ പുടവ എനിക്ക് ഉപയോഗിക്കണം, മറ്റേ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ, അത് ഒരു പാവപ്പെട്ട പെണ്ണിനായിട്ട് സ്വതക്ക ചെയ്യണം. തനിക്ക് കിട്ടിയ കഫൻ പുടവ, രണ്ടിലൊരു കഫൻ പുടവ പോലും പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ വസിയ്യത്ത് ചെയ്ത് മരിച്ചുപോയ ഉമ്മുൽ മസാക്കീൻ മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ. ഇതുപോലുള്ള പ്രവാചക പത്നിമാർ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ആസിയമാരുടെ, മറിയന്മാരുടെ, ഉമ്മുസലമമാരുടെ, ഉമ്മുസുലൈമമാരുടെ മറ്റൊരു ചരിത്രമുണ്ട് ലോകത്ത്. ഇതും സ്ത്രീകളുടെ ലോകമാണ് എന്ന് നാം തിരിച്ചറിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് ഉപയോഗിച്ച വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ ഒരു ഉപമയുണ്ട്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ അവർക്ക് വസ്ത്രം, അവർ നിങ്ങൾക്ക് വസ്ത്രം എന്ന് വിശദീകരിക്കാൻ സന്ദർഭമില്ല. അനന്യമായ, അതുല്യമായ, മനോജ്ഞമായ ഉദാഹരണമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്നത്. നിങ്ങൾ അവരുടെ വസ്ത്രം, അവർ നിങ്ങൾക്ക് വസ്ത്രം എന്ന്. സാത്വികരായ, സൽവൃത്തകളായ, സംസ്കാര സമ്പന്നകളായ സ്ത്രീകളുടെ ഈ ലോകം, നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ വിപത്തുകളുടെയും നാരായവേര് സ്ത്രീയാണ്. മറിച്ച് പ്രകാശം പരത്തുന്നവളായിട്ടുള്ള സ്ത്രീ, ഇതാണ് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സ്ത്രീയുടെ മാതൃക. വീട്ടിന്റെ മണിദീപങ്ങൾ അവർ, നാട്ടിനവർ പതാകകൾ എന്ന് കവി എഴുതിയ രീതിയിലുള്ള പ്രകാശം പരത്തുന്ന, കുടുംബത്തിലും സമൂഹത്തിലും വെളിച്ചം പരത്തുന്ന സ്ത്രീകളുടെ ഒരു മാതൃക. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദ്ദുനിയ കുല്ലുഹാ മതാ വ ഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്വാലിഹ. ഈ ദുനിയാവിലുള്ളതെല്ലാം വിഭവമാണ്, പക്ഷേ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ വിഭവം എന്താണെന്നറിയുമോ? അൽ മർഅതു സ്വാലിഹ, സാത്വികയായ, സൽവൃത്തയായ ഒരു കുടുംബിനിയാണ്, സ്ത്രീയാണ് ഏറ്റവും നല്ല നിധിയെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ്. ആരാണ് ഈ അൽ മർഅതു സ്വാലിഹ? വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 34-ാം വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ആരാണ് ഈ പറഞ്ഞ പ്രവാചകൻ വിശദീകരിച്ച അൽ മർഅതു സ്വാലിഹ? അവരുടെ രണ്ട് ലക്ഷണം അല്ലാഹു വിശദീകരിച്ചിരിക്കുന്നു. ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ, അവർ അച്ചടക്കമുള്ളവരാണ്, അവർ അനുസരണമുള്ളവരാണ്. ഖുനൂത്ത് എന്ന് പറയുന്നു. മഹാനായ ഷഹീദ് സയ്യിദ് ഖുതുബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഫീ ദിലാലിൽ ഖുർആനിൽ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, അനുസരിക്കുന്നവൾ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലാഹുവിന് തായിആത്ത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ എന്ന് പറയുന്നതിന് പകരം തായിആത്ത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അനുസരണമുള്ളവളാണ്, ഭർത്താവിനെ അനുസരിക്കുന്നവളാണ് പെണ്ണെന്ന് പറയാൻ. പക്ഷെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് ഖാനിതാത്തുൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉദ്ദേശ്യപൂർവം, അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ഭർത്താവിന്റെ ആജ്ഞകൾ അനുസരിക്കുന്നവൾ. അതുകൊണ്ടാണ് ഖാനിത എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചത്. ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ, അവർ അനുസരണമുള്ളവളാണ്, അവർ അച്ചടക്കമുള്ളവരായിരിക്കും. ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഭർത്താവ് സ്ഥലത്തില്ലാത്ത സന്ദർഭങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാത്തുസൂക്ഷിക്കണം എന്നവരോട് കൽപ്പിച്ചോ അതൊക്കെ വളരെ കൃത്യമായി കാത്തുസൂക്ഷിക്കുന്നവളാണ് ഈ അൽ മർഅതു സ്വാലിഹ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുകയാണ്. ഷഹീദ് സയ്യിദ് ഖുതുബ് പറയും, സ്വന്തം ഭർത്താവിനല്ലാതെ അവകാശമില്ലാത്ത ഒരു നോട്ടം, ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട ഒരു നോട്ടം, ഭർത്താവിനോട് മാത്രം പറയാൻ പറ്റുന്ന ഒരു പദം,
മറ്റൊരു പുരുഷനോട് ഈ അൽമർഅത്തു സാലിഹ പറയില്ല. വീട്ടിൽ വരുന്ന ഭർത്താവിന്റെ ബന്ധുക്കൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, ഇവരോടൊക്കെ പെരുമാറുന്നു, ഫോൺ ചെയ്യുന്നു, ഇടപെടുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബിനി സ്വന്തം ഭർത്താവിനോട് മാത്രം അവകാശപ്പെട്ട ഒരു പദം പരപുരുഷനോട് പറയില്ല. അദ്ദേഹത്തോട് ചിരിക്കുന്ന ഒരു ചിരി മറ്റൊരാളോട് ചിരിക്കുകയില്ല. റസൂലുള്ളാഹി ഒന്നുകൂടി വിശദീകരിച്ചു. ആ അൽമർഅത്തു സ്വാലിഹയുടെ വിശദീകരണത്തിൽ ഇദാ നളറ ഇലൈഹാ സർറതുഹു, അവൻ അവളിലേക്ക് നോക്കിയാൽ അവനെ അവൾ സന്തോഷിപ്പിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ. പുരുഷനെ സംബന്ധിച്ച് പറയുകയാണ്, പുരുഷൻ അവളിലേക്ക് നോക്കിയാൽ ഭാര്യ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കും. ഇദാ നളറ ഇലൈഹാ സർറതു. എന്തിനൊരുപാട് വിശദീകരിക്കണം. നമ്മൾ ഈ നബിവചനങ്ങൾ, ഈ സുഭാഷിതങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, സമൂഹത്തെ, മുസ്ലിം ഉമ്മത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ വർത്തമാനകാലത്ത് നമ്മൾ വിശകലനം ചെയ്യണം. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെ സന്തോഷിപ്പിക്കാനാണ് നിങ്ങൾ ഉടുത്തൊരുങ്ങുന്നത്? ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ ആവശ്യമില്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ ഒരുപാട് വാരി വലിച്ചണിയുന്നത്? നമ്മൾ ആലോചിച്ചു, പലപ്പോഴും അത്ഭുതം തോന്നും. സ്വന്തം പുരുഷന്റെ പിന്നിൽ, സ്വന്തം പുരുഷന്റെ മുന്നിൽ അടുക്കളയിലെ കരിപിടിച്ച മുഖവുമായിട്ട്, അനാകർഷകമായ വേഷവിധാനവുമായിട്ട് നിൽക്കുന്ന ഈ ഭാര്യ എന്ന് പറയുന്ന ഈ സ്ത്രീ, അവൾ അണിഞ്ഞൊരുങ്ങുന്നു, കുളിച്ചൊരുങ്ങുന്നു, അലങ്കാരങ്ങൾ അണിയുന്നു, വേണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നു. എപ്പോൾ? പുറത്തേക്ക് ഇറങ്ങുമ്പോ. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു വലിയ വൈരുദ്ധ്യമാണ്. പരപുരുഷന്മാരെ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ അണിഞ്ഞൊരുങ്ങുന്നു. കല്യാണത്തിന് പോകുമ്പോ, കൊടിയിരിപ്പിന് പോകുമ്പോ, ചടങ്ങുകൾക്ക് പോകുമ്പോൾ, നാലാള് കാണുന്ന സമൂഹത്തിലെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവൾ ഒരുപാട് അണിഞ്ഞൊരുങ്ങുന്നു. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇതിന് മാത്രം ആഭരണങ്ങൾ? അരിക്കടകളേക്കാൾ കൂടുതൽ ആഭരണക്കടകളാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കൂ. ചില സ്ഥലത്തൊക്കെ ബസ് ഇറങ്ങിയിട്ട് നടന്നാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. പേരൊന്നും ഞാൻ പറയുന്നില്ല. മലബാറിലെ പല നഗരങ്ങളിലും പല പട്ടണങ്ങളിലും അങ്ങനെയാണ്. അരിക്കടകളേക്കാൾ കൂടുതൽ ആഭരണക്കടകളാണ്. ഒരുപിടി ആഭരണങ്ങൾ. തലശ്ശേരിയിൽ വർഗീയ കലാപമുണ്ടായപ്പോൾ ഒരു വലിയ സംഭവം, ശ്രദ്ധേയമായ ഒരു സംഭവം. ഓരോ വീട്ടിൽ നിന്നും 10-20 പവനെങ്കിലും കൊള്ളക്കാർ കൊള്ള ചെയ്തിരുന്നു. കാരണം അത്രമാത്രം സ്വർണ്ണാഭരണം പൂട്ടി വെച്ചിരിക്കുകയാണ് വീടുകളിൽ. ഭർത്താവിന്റെ മുമ്പിൽ തന്റെ സൗന്ദര്യം അവകാശപ്പെട്ടതാർക്കോ ആ പുരുഷന്റെ മുമ്പിൽ എത്ര പവൻ സ്വർണം ഒരു പെണ്ണണിയും? സഹോദരിമാരാലോചിക്കേണ്ട വിഷയമാണ്. ആ ഭർത്താവിന് അവകാശപ്പെട്ട സൗന്ദര്യം വെളിപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റുള്ളവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നു. അയാൾക്ക് അവകാശപ്പെട്ട കാഴ്ചയും അയാൾക്ക് അവകാശപ്പെട്ട വാക്കും മറ്റുള്ളവർക്ക് നൽകുന്നു. നല്ല പെണ്ണല്ല എന്നല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഇദാ നളറ ഇലൈഹാ സർറതുഹു, പുരുഷനിൽ ആകർഷണം ജനിപ്പിക്കുന്ന, അദ്ദേഹം നോക്കിയാൽ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നവളാകണം അവൾ. വഇദാ അമറഹാ അതാഅതുഹു, അദ്ദേഹം കൽപ്പിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് വിരുദ്ധമായല്ലാതെ അയാൾ കൽപ്പിക്കുന്ന ഓരോ സംഗതിയും വളരെ കൃത്യതയോടുകൂടി അനുസരിക്കാൻ ശ്രദ്ധിക്കുന്നവൾ. വഇദാ ഗാബ അൻഹാ ഹഫലതുഹു, അവളിൽ നിന്ന് അദ്ദേഹം മാഞ്ഞാൽ, അവളിൽ നിന്ന് അദ്ദേഹം മറഞ്ഞാൽ, ഒരു യാത്രക്ക് പോയാൽ വീട്ടിലില്ലാത്ത സന്ദർഭങ്ങളിൽ എന്തൊക്കെ കാത്തു സൂക്ഷിക്കണമോ തന്റെ ശരീരത്തിലും അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളിലും അതെല്ലാം കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഈ 3 ഗുണങ്ങളുള്ളവൾ, ഇവളാണ് അൽ മർഅത്തു സ്വാലിഹ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്ര മനോഹരമായിട്ട് പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. പുരുഷന്റെ നല്ല ഭാവിയാകണം വനിത. നല്ല ഭാവി. എങ്ങനെ ഒരു നല്ല ഭാവി? ഇത് റസൂലുള്ളാഹി തന്നെ പറഞ്ഞ നിർവചനമാണ്. അന്നിസാഉ ശഖായിഖുർ റിജാൽ, പുരുഷന്മാരുടെ സമൂഹത്തിന്റെ അർദ്ധാംശമാണ്, പാതിയാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭാവിയാകാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു നല്ല ഭാര്യയായ, സൽവൃത്തയായ, സാത്വികയായ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ ധാർമ്മിക ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയും ഒരുപോലെ ശ്രദ്ധിക്കുന്നവളായിരിക്കണം സൽവൃത്തയായ ഭാര്യ എന്ന് പറഞ്ഞാൽ. ഭൗതിക ജീവിത പൂർണ്ണത, അദ്ദേഹത്തിന്റെ ഭൗതികാവശ്യങ്ങളുടെ പൂർത്തീകരണത്തിൽ പ്രത്യേകം അവൾ ശ്രദ്ധ ചെലുത്തണം. അദ്ദേഹത്തിന്റെ ശാരീരികാവശ്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് വ്യതിചലനങ്ങളുടെ ഒരു കാരണം സ്വന്തം ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് സാധിക്കാതെ വരുമ്പോൾ തൃപ്തി കിട്ടുന്നിടത്തേക്ക് പുരുഷൻ പോകുന്ന, ധാർമ്മികതയുടെ അച്ചുതണ്ടിലല്ലാതെ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സമൂഹത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന വ്യതിയാനങ്ങളും വ്യതിചലനങ്ങളും.
ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം ഭർത്താവിനെ ശാരീരികമായും ഭൗതികമായും തൃപ്തിപ്പെടുത്താൻ ശ്രദ്ധ വെക്കേണ്ടത് സ്ത്രീയുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുക. അദ്ദേഹം ശാരീരിക ആവശ്യത്തിന് വേണ്ടി വിളിച്ചു, എന്നിട്ടൊരു പെണ്ണ് ചെന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തി, ഇദാ ദഅ റജുലു ഇംറഅതുഹു ഇലാ ഫിറാശിഹി ഫലം തഅതിഹി, എന്നിട്ട് അവൾ ചെന്നില്ല എങ്കിൽ ഫബാത ഗളബാന അലൈഹ, അങ്ങനെ അവളോടുള്ള വെറുപ്പിലും ദേഷ്യത്തിലും ഈ ഭർത്താവാകുന്ന പുരുഷൻ ആ രാത്രി കഴിച്ചുകൂട്ടുന്നുവെങ്കിൽ ലഅനത്തുഹൽ മലായികത്തു ഹത്താ തസ്ബിഹ, പ്രഭാതം വരുന്നത് വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു പെണ്ണിന് സുന്നത്ത് നോമ്പെടുക്കണം, ഐച്ഛിക വ്രതം അനുഷ്ഠിക്കണം. ഇസ്ലാം അവളോട് കൽപ്പിക്കുന്നു, ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ സുന്നത്ത് നോമ്പെടുക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞതായി ഇമാം ബുഖാരി രേഖപ്പെടുത്തി, ലാ യഹില്ലു ലിംറാത്തിൻ, ഒരു പെണ്ണിന് ഹലാലല്ല അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവ് സ്ഥലത്തുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഐച്ഛിക നോമ്പെടുക്കുക എന്നത് അവൾക്ക് ഹലാലേയല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിയമപരമായിട്ട് ബാധ്യതകളൊന്നുമില്ലെങ്കിൽ പോലും കുടുംബത്തിന്റെ സാമ്പത്തികതയിൽ പെണ്ണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി അവൾ മനസ്സിലാക്കണം. ഒരുപാട് മണിക്കൂറുകൾ പുറത്തുപോയിട്ട് പാടുപെട്ട് പണിയെടുത്ത് അദ്ദേഹത്തിന്റെ ചോര നീരാക്കി ഗൾഫിൽ പോയിട്ട് പുറം ലോകങ്ങളിൽ പോയിട്ടൊക്കെ ഭാര്യയെയും മക്കളെയും തീറ്റിപ്പോറ്റാൻ പണിയെടുക്കുന്ന ഈ ഭർത്താവ്, അദ്ദേഹത്തിന്റെ ബിസിനസ്, അദ്ദേഹത്തിന്റെ ജോലി, അവിടെ സംഭവിക്കുന്ന വളർച്ച തളർച്ചകൾ, ലാഭനഷ്ടങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ അവളുടെ വിശകലനത്തിനും അവളുടെ പരിശോധനക്കും വിധേയമാകേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഒരു വേള താൻ തന്നെ ജോലിയെടുത്തുകൊണ്ട് സഹായിക്കേണ്ട ഒരു സ്ഥിതി വന്നാൽ അതിനവൾ സന്നദ്ധമാകേണ്ടതുണ്ട്. ഒരുപക്ഷേ ചില സഹോദരിമാരെങ്കിലും അദ്ദേഹത്തോടുള്ള വെറുപ്പ് കൊണ്ടോ അദ്ദേഹത്തോടുള്ള എന്തോ സൗന്ദര്യപ്പിണക്കം കൊണ്ടോ ആ ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാതെ ജീവിച്ചു പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടാക്കുന്നു. കടത്തിന്റെ മേൽ കടവുമായിട്ട് വീട്ടിൽ വന്നു കയറുന്ന ഭർത്താവിനെ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നു, അയാളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടിലെ ബഡ്ജറ്റ് ഒരു നിയന്ത്രണത്തിൽ നിർത്തണമെങ്കിൽ പുരുഷൻ ശ്രദ്ധിച്ചാൽ പോരാ, സ്ത്രീ തന്നെ ശ്രദ്ധിക്കണം, കുടുംബിന് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ അത്തരം മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സഹാബി വനിതകളിൽ ഏതാണ്ട് മിക്കവരും ചരിത്രം രേഖപ്പെടുത്തുന്നു, ഏതാണ്ടൊക്കെ കൈത്തൊഴിലുകൾ സ്വന്തം നിലക്ക് പരിശീലിച്ചവരും പഠിച്ചവരുമായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. സഹാബി വനിതകളിൽ മഹാഭൂരിപക്ഷവും എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിലുകൾ അറിയുന്നവരായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ നല്ല കരകൗശല വിദഗ്ധയായിരുന്നു. ആളുകൾക്കൊന്നും ദാനം ചെയ്യാനില്ലാത്ത സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരുന്നു. ഉമ്മുൽ മസാക്കീൻ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൈമൂന റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി, അവരെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നു, ഒരു ഉറുമാമ്പഴം താഴ്ത്ത് കിടക്കുന്നത് കണ്ടാൽ അവരതെടുക്കും, എന്നിട്ട് അതിന്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് കഴിക്കും, എന്നിട്ട് പറയും വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഒരു സംഗതി നശിപ്പിക്കണം അല്ലാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. താഴത്ത് പോയത് അടിച്ചുവാരി കളയുകയല്ല, വേസ്റ്റ് കൊട്ടയിലേക്ക് ഇടുകയല്ല ചെയ്യേണ്ടത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പിടി ചോറിന്റെ വറ്റ് താഴെ വീഴുമ്പോൾ അതിലെ അഴുക്ക് മാറ്റിയിട്ട് തിന്നുന്ന ഒരു സംസ്കാരം പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി നമ്മെ പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവായ സുബൈറിനെ കൃഷിപ്പണികളിൽ എപ്പോഴും സഹായിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി. അഥവാ ഈ സഹാബിനിമാരുടെ മാതൃക നമ്മുടെ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ഭർത്താവ് ജോലി ചെയ്ത് അധ്വാനിച്ച് കിട്ടുന്ന പിന്നെ പണം കൊണ്ട് നേരെ ചൊവ്വെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാനിതൊന്നും അറിയേണ്ടതില്ല, നിയമപരമായിട്ടുള്ള ബാധ്യതയെല്ലാം പുരുഷന്റേതാണല്ലോ എന്ന് കരുതി അതെല്ലാം അവഗണിച്ചുകൊണ്ട് കുറെ ഭക്ഷണമുണ്ടാക്കി തിന്നും, അല്ലെങ്കിൽ കുറെ സംഗതികൾ വായിച്ചും, അല്ലെങ്കിൽ സീരിയലുകളും സിനിമകളും കണ്ടും അലസരായിട്ട് ജീവിക്കേണ്ടവരല്ല മുസ്ലിം ഉമ്മത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാർ. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹായിക്കേണ്ടതുണ്ടെങ്കിൽ സഹായിക്കണം. എത്രയോ സംഗതികൾ വെറുതെ ഇരുന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഒന്ന് ശ്രദ്ധ വെച്ചാൽ നമുക്ക് വീട്ടിൽ സാധിക്കുന്ന എത്രയോ പണികളുണ്ട്. സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിയ മുതലാളിച്ചിമാരെ പോലെ, സൊസൈറ്റി ലേഡികളെ പോലെ പെരുമാറേണ്ടവരല്ല മുസ്ലിം ഉമ്മത്തിലെ അൽ മർഅത്തു സ്വാലിഹമാർ. ചുമ്മാ ഇരിക്കുമ്പോൾ വീട്ടിലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിക്കൂടെ സഹോദരിമാർക്ക്? അതിൽ നിന്ന് നല്ല പച്ചക്കറികൾ ഉണ്ടാക്കാമല്ലോ. ഒരുപക്ഷെ പച്ചക്കറിക്ക് വേണ്ടി മാർക്കറ്റിൽ ചെലവഴിക്കുന്ന പണം
ലാഭിക്കാമല്ലോ. അല്ല, ശുദ്ധമായിട്ടുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും വെച്ചു കൊടുക്കാമല്ലോ. തയ്യല് പഠിക്കാൻ സഹോദരിമാർക്ക്, സ്വന്തം വസ്ത്രങ്ങളെങ്കിലും അവർക്ക് തയ്ച്ചെടുക്കാമല്ലോ. ഇങ്ങനെ എത്രയോ മാർഗങ്ങൾ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഭർത്താവിന്റെ ഭൗതികമായ ആവശ്യ പൂർത്തീകരണത്തിൽ നല്ല പ്രതിബദ്ധതയോടുകൂടി പെരുമാറുന്നവളായിരിക്കണം സൽവൃത്തയായ ഭാര്യ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹത്തിന്റെ ധാർമ്മിക ആവശ്യങ്ങളുടെ പൂർത്തീകരണവും അവളുടെ ശ്രദ്ധാവിഷയമാകണം. അവളെ അലട്ടുന്ന ഒരു വിഷയമാകണം ഭർത്താവിന്റെ ആദർശ ജീവിതം, അദ്ദേഹത്തിന്റെ ധാർമ്മികത. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ നമസ്കാരവും അദ്ദേഹത്തിന്റെ നോമ്പും ഹജ്ജുമൊക്കെ ഭാര്യയുടെ വിഷയമായി തീരണം എന്നർത്ഥം. നിസ്കരിക്കാത്ത ഭർത്താവിനെ നിസ്കരിപ്പിക്കാനുള്ള ഒന്നാമത്തെ ബാധ്യത ഭാര്യയുടേതാണ്. സഹോദരിമാർ തിരിച്ചറിയേണ്ടതുണ്ട്. ശരിയായ മാർഗത്തിലേക്ക് അവർക്ക് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കാൻ, അവർക്ക് മാർഗദർശനം ചെയ്യാൻ. അല്ല, ഓരോ ദിവസവും വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അയൽവാസിക്കുള്ള കാർ ഇന്നതാണല്ലോ, അതുകൊണ്ട് നമുക്കും അതുപോലെ ഒരു കാർ വാങ്ങണമല്ലോ എന്നുപദേശിച്ചൊരു പക്ഷേ കടം കയറി ഈ മനുഷ്യൻ പോയിട്ട് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പലിശക്ക് പണം വാങ്ങിക്കൊണ്ടുവന്ന് ആർഭാട വസ്തുക്കൾ വാങ്ങിപ്പിക്കുന്ന ഒരു ജീവിത സംസ്കാരം നമുക്കിടയിലുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും തിരുത്തുകയും ചെയ്യാൻ സഹോദരിമാർക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഭാര്യയെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. സൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ദീനിഹി. പ്രവാചകൻ വിശദീകരിച്ചതാണ്. സൗജത്തുൻ മുഅ്മിന, വിശ്വാസിനിയായ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ തുഈനുഹു അലാ ദീനിഹി, സ്വന്തം ഭർത്താവിനെ അദ്ദേഹത്തിന്റെ ദീനീ വിഷയത്തിൽ സഹായിക്കുന്നവളായിരിക്കും എന്ന് പറയും. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ഭാര്യയെ കിട്ടും. അതാണ് അഫ്ളലുൽ മാൽ. അഫ്ളലുൽ മാൽ, സമ്പത്തിൽ ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യം എന്ന് പറയുന്നത് അത്തരം ഒരു പെണ്ണിനെ ജീവിത പങ്കാളിയായിട്ട് കിട്ടുകയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭാര്യ പറയുന്ന വാക്കിന് ഭർത്താവ് വലിയ വില കൽപ്പിക്കാറുണ്ട്. അവൾ എപ്പോഴും ഇടപഴകുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നാട്ടിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ, തലയണ മന്ത്രങ്ങൾ എന്ന് പറയും. അയ്യപ്പ പണിക്കർ പാടിയിട്ടുണ്ട്, തലയണകൾ 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 പറയുന്നൊരു നുണകീട്ട് മയങ്ങരുത് എന്ന് പുരുഷന്മാരെ അദ്ദേഹം ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ തലയണ മന്ത്രങ്ങൾ, ഒരു പെണ്ണിന്റെ വാക്കിന് കിടപ്പുറം കിടന്ന ഒരു പുരുഷൻ പ്രത്യേകമായിട്ട് സ്ഥാനം കൽപ്പിക്കും. അങ്ങനെ നിരന്തരമായ സഹവാസത്തിലൂടെ അയാളെ ബോധ്യപ്പെടുത്താൻ ഈ സ്ത്രീ ശ്രമിക്കേണ്ടത് നന്മകളിലേക്കുള്ള ഒരു സഞ്ചാരത്തിനാണ് അയാളെ പ്രേരിപ്പിക്കേണ്ടത്. അയാളുടെ ധാർമ്മികതയെക്കുറിച്ച് ശ്രദ്ധയോടുകൂടിയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അവൾ നൽകണം. സഹാബി വനിതകൾ ചെയ്തതുപോലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പണിക്ക് പോകുന്ന ഭർത്താക്കന്മാരോട് സഹാബി വനിതകൾ പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. യാ ഫുലാൻ ഇത്തഖില്ലാഹ ഫീന, ഇത്തഖില്ലാഹ ഫീന. പുറത്തേക്ക് ജോലിക്ക് പോവുകയാണല്ലോ, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾ വേണമെങ്കിൽ വിശപ്പ് സഹിക്കാം. വലാ നസ്ബിറു അലന്നാർ, പക്ഷേ നരകത്തിന്റെ തീനാളങ്ങൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു സഹാബി വനിത പറയുകയാണ്, അവളുടെ ഭർത്താവിനോട് പറയുന്നു, രാവിലെ ഓഫീസിലേക്ക് കടയിലേക്ക് പോകാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ഹസ്ബൻഡിനോട് അവസാനമായിട്ട് നമ്മുടെ സഹോദരിമാര് പറയുന്ന വാക്കെന്ത്? സഹോദരിമാരാലോചിക്കേണ്ടതുണ്ട്. ഇന്നെങ്കിലും വരുമ്പോ അതുമായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഇടങ്ങേറാക്കി വിടേണ്ടവരല്ലോ. ഈ തഖ്വയുടെ ഒരു ഉത്ബോധനം, ഈ ധാർമ്മിക വിശുദ്ധിയുടെ ഒരു ഉപദേശം പുരുഷന്മാർക്ക് കൊടുക്കാൻ കഴിയണം. ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണം. ഭാര്യയും മക്കളുമാണല്ലോ, അവരെ സുഖിപ്പിക്കാനാണല്ലോ എന്ന് കരുതി അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമിന്റെ മുതലൊന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. ഇന്നാല നസ്ബിറുൽ ജൂ, ഞങ്ങൾ വേണമെങ്കിൽ കഞ്ഞിയും ചമ്മന്തി ആയാലും ഞങ്ങൾ സഹിച്ചുകൊള്ളാം, പക്ഷേ നരകത്തിന്റെ തീനാളങ്ങൾ ഞങ്ങൾക്ക് സഹിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് യാത്രയാക്കിയിരുന്ന സഹാബി വനിതകളിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. സാധാരണ നമ്മുടെ കല്യാണ ഖുതുബകളൊക്കെ നടക്കുമ്പോൾ സാധാരണ നടത്താറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഒരുപക്ഷെ ഖുതുബ നടത്തുന്ന ആളും അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആ സദസ്സും ശ്രദ്ധിക്കാറുണ്ടോ എന്നറിഞ്ഞുകൂടാ. പലപ്പോഴും അറബിയിലായതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. പ്രാർത്ഥന ഇങ്ങനെയാണ്: ഖദീജയും നബിയും തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധമുണ്ടല്ലോ, ആ ദാമ്പത്യ ബന്ധം പോലെ ഹൃദയത്തിലെ ഇണക്കം പോലെ പടച്ചവനെ ഇന്ന് കല്യാണം കഴിക്കുന്ന ഈ ഭാര്യാഭർത്താക്കന്മാരെ നീ ആക്കണമേ, അവർക്കിടയിൽ ഹൃദയമിണക്കമുണ്ടാക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഖദീജയും നബിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്താണ്? അതാണല്ലോ ദാമ്പത്യ ബന്ധത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഖൈറു നിസാഇഹാ ഖദീജ, ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല വനിത, ഉത്തമ വനിത ഖദീജയാകുന്നു എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. ഉത്തമ വനിത ഖദീജയാണ്. ഖദീജയിൽ നമുക്ക് മാതൃകയുണ്ട് എന്നർത്ഥം.
അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ മഹിളാരത്നം. മഹിളാരത്നം എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു ആനുകാലികത്തിന്റെ പേരല്ല, അതൊരു ചരിത്രമാണ്. അത് ഖദീജയാണ്. ഖൈറു നിസാഇഹാ ഖദീജ. ഉത്തമയായ ഖദീജയിൽ ഈ സമുദായത്തിലെ സഹോദരിമാർക്ക് ഒരുപാട് മാതൃകയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരൊറ്റ സന്ദർഭം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായിട്ട് വഹി കിട്ടി ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചോടി വരുന്ന ഒരു രംഗമുണ്ടല്ലോ ചരിത്രത്തിൽ. പനി പിടിച്ച് വിറച്ചുകൊണ്ട് നബി വരികയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഫറജഅ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർജുഫു ഫുആദുഹു. അദ്ദേഹത്തിന്റെ ഹൃദയം ഇങ്ങനെ പിടക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ഓടി വരുന്നു. സമ്മിലൂനി സമ്മിലൂനി, ഒരു പുതപ്പെട്ട് മൂടിത്തരൂ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ലഖദ് ഖശീതു അലാ നഫ്സി, എന്റെ ജീവൻ പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് ഏറ്റവും വലിയ ബേജാറുമായിട്ട് കടന്നു വരുന്ന റസൂലിനെ ഖദീജ സ്വീകരിച്ച ഒരു രംഗമുണ്ട്. അവർ പറഞ്ഞു, കല്ലാ വല്ലാഹി മാ യുഹ്സീക അല്ലാഹു അബദ, ഒരിക്കലുമില്ല, അങ്ങയെ അല്ലാഹു ഒരിക്കലും അപമാനിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖരിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഖദീജയുടെ വാക്കുകൾ പ്രവാചകനോട് പറയുന്നു, താങ്കൾ ഒരിക്കലും അങ്ങനെ അപമാനിതനാവുകയില്ല. കാരണം താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഇന്നക ലതസിലുർ റഹിം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനാണ് താങ്കൾ. ആലംബഹീനരായ ആളുകൾക്ക് അത്താണിയാണ് താങ്കൾ. അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവനാണ് താങ്കൾ. അതിഥികളെ സൽക്കരിക്കുന്നവനാണ് താങ്കൾ. ദുരിതബാധിതരെ സഹായിക്കുന്നവനാണ് താങ്കൾ. ഇങ്ങനെയുള്ള താങ്കളെ പടച്ചവൻ കൈവിടുകയോ? കല്ലാ വല്ലാഹി മാ യുഹ്സീക അല്ലാഹു അബദ എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ്. ബേജാറോടുകൂടി വന്ന പ്രവാചകൻ ആ സാന്ത്വനത്തിന്റെ സുഖമനുഭവിക്കുകയാണ്. പ്രവാചകൻ സാധാരണ നിലയിലേക്ക് വരികയാണ്. ഇതാണ് ഒരു ഭാര്യയുടെ ധർമ്മമെന്ന് പ്രിയപ്പെട്ട സഹോദരിമാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷേ ബിസിനസിനെ കുറിച്ചാകാം, ജോലിയെക്കുറിച്ചാകാം, കുടുംബത്തെക്കുറിച്ചാകാം, ഒരുപിടി ടെൻഷനുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താക്കന്മാരെ ഖദീജയെ പോലെ സ്വീകരിക്കാൻ, അതുപോലെ സാന്ത്വനിപ്പിക്കാൻ, ഈ വാക്കുകളുടെ സൽക്കാരത്തിനൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ അർത്ഥമുണ്ട്. നമുക്കിതൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞു തരണം, സൈക്യാട്രിസ്റ്റുകൾ പറഞ്ഞു തരണം, കൗൺസിലർമാർ പറഞ്ഞു തരണം. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഈ ഉപദേശങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഈ വാക്കുകൾ കൊണ്ടുള്ള സൽക്കാരം ദാമ്പത്യ ബന്ധത്തിൽ വളരെ പ്രധാനമാണ്, കുടുംബജീവിതത്തിൽ വളരെ പ്രധാനമാണ്. എന്തിന് നമ്മൾ വാക്കുകളിൽ പിശുക്ക് കാണിക്കണം? കറി നന്നായിട്ട് വെക്കുമ്പോ, അല്ലെങ്കിൽ ചോറ് നന്നായിട്ട് വെക്കുമ്പോ ഇന്ന് നന്നായി എന്ന് പറയാൻ എന്തിനാണ് മുസ്ലിം ഉമ്മത്തിലെ പുരുഷന്മാർ ദുരഭിമാനം കൊണ്ട് മടിക്കുന്നത്? നല്ലതാണെങ്കിൽ നന്നായി എന്ന് അഭിനന്ദിക്കാനുള്ള ഒരു സംസ്കാരം ഇതങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇത് ദാമ്പത്യ ബന്ധത്തെ ശക്തിപ്പെടുത്തും. നമ്മുടെ കുടുംബത്തിലെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രണയത്തിന്റെയും ഒരു അന്തരീക്ഷം നിലനിർത്തും. ഖദീജ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് സൽക്കരിക്കുവാൻ ഭാര്യാഭർത്താക്കന്മാർക്ക് സാധിക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും ഖദീജയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഖദീജ മരിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ ആഴം, പ്രണയത്തിന്റെ ആഴം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. വീട്ടിൽ ഒരു ആടിനെ അറുത്തൊന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു പുതിയ കറി ഉണ്ടാക്കിയാൽ പ്രവാചകൻ അതിൽ നിന്നൊരു ഭാഗമെടുത്തിട്ട് ഖദീജയുടെ ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ തന്റെ ഭാര്യയുടെ ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവാചകൻ. ഖദീജയോട് സാമ്യമുണ്ടായിരുന്നു അവരുടെ സഹോദരി ഹാലയുടെ സ്വരത്തിന്. ഹാല മദീനത്ത് വരുമ്പോൾ ഖദീജയുടെ ഈ ശബ്ദത്തോട് സമാനമായ ശബ്ദം കേൾക്കുമ്പോൾ പ്രവാചകൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തെന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. ഖദീജ എന്തുമാത്രം സഹിച്ചു പ്രവാചകന്റെ കൂടെ വന്നിട്ട്. ഏറ്റവും വലിയ സമ്പന്നയായിരുന്നു ഖദീജ. പ്രവാചകന് വേണ്ടി ആ സമ്പത്ത് ചിലവഴിച്ചു അവർ. ആദ്യമായിട്ട് പ്രവാചകത്വം ലഭിക്കുമ്പോൾ ആദ്യമായിട്ട് വിശ്വസിച്ചു ഖദീജ. അങ്ങനെ പ്രവാചകൻ സാമ്പത്തികമായിട്ട് തളർന്നപ്പോൾ സഹായിക്കുകയും അദ്ദേഹം ഈ പ്രസ്ഥാനവുമായിട്ട് രംഗത്ത് വരുമ്പോൾ പിന്തുണ കൊടുക്കുകയും ചെയ്ത ഖദീജ, ആ സമ്പന്നയായ കുലീനയായ തറവാടിയായ ആ ഖദീജയാണ് ഷൈബ് അബീ താലിബിൽ പ്രവാചകനും അനുചരന്മാരും ഒറ്റപ്പെടുത്തപ്പെട്ട് വിഷമിച്ച് പ്രവാചകൻ ബഹിഷ്കരിക്കപ്പെട്ട് ഷൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ 3 കൊല്ലം പച്ചിലയും വെള്ളവും കുടിച്ച് സഹിക്കേണ്ടി വന്ന ദാരിദ്ര്യത്തിന്റെ ദുരിതത്തിന്റെ ആ നാളുകളിൽ ഖദീജ, ഞാൻ മാളികയിൽ ജനിച്ചവളാണല്ലോ, ഞാൻ മാളികയിൽ ജീവിച്ചവളാണല്ലോ, അതുകൊണ്ട് ഭർത്താവിന്റെ ഈ സാമ്പത്തിക തളർച്ചയിൽ അദ്ദേഹത്തിന്റെ ഈ സാമൂഹ്യമായ ഒറ്റപ്പെടുത്തലിലൊന്നും എന്നെ കിട്ടുകയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല സമ്പന്നയായ ഖദീജ ചെയ്തത്. ആ മണിമാളികയിൽ നിന്ന്
ദാരിദ്ര്യത്തിന്റെ വറുതിയുടെ ദുരിതത്തിന്റെ കയത്തിലേക്ക് ആദർശബോധത്തോടുകൂടി ഇറങ്ങിച്ചെന്നു ഖദീജ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അത് ജീവിതത്തിൽ അനുസ്മരിച്ചിട്ടുണ്ട്. ആ പച്ചിലയും വെള്ളവും കുടിച്ച് ജീവിച്ചിട്ട് ഗതികെട്ട ജീവിതം 65 വയസ്സിലാണെന്ന് ഓർക്കണം. റസൂലിന് 50 വയസ്സ്, ഖദീജക്ക് 65. അങ്ങനെ അധികം താമസിയാതെ അവർ മരണപ്പെടുകയാണ്. മരണപ്പെടുന്ന ദിനങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരുടെ കട്ടിലിന്റെ അടുത്തിരുന്നവരെ പരിചരിക്കുകയാണ്, അവരെ സമാധാനിപ്പിക്കുകയാണ്. ഖദീജ, ഇതിനൊക്കെ ഒരുപാട് പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു പ്രവാചകനെ നമ്മൾ കാണുന്നു. ഖദീജ മരിച്ചപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ ഹുസ്ൻ എന്നാണ്. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. ഖദീജ മരിച്ച വർഷം പ്രവാചകന് ദുഃഖവർഷമായിരുന്നു. ഖദീജയെ കുറിച്ചെപ്പോഴും പ്രശംസിക്കും പ്രവാചകൻ. ഒരിക്കൽ ചെറുപ്പക്കാരിയായ ആയിഷക്ക് സഹിച്ചില്ല. ആയിഷ പറഞ്ഞു, എപ്പോഴും ഈ കിളവിയെക്കുറിച്ച് തന്നെയാണല്ലോ പറയുന്നത്, കുറെ നാൾ ഖദീജയെ കണ്ടിട്ടില്ല ആയിഷ. ഖദീജ മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആയിഷ നബിയുടെ ഭാര്യാപദത്തിലെത്തുന്നത്. പക്ഷേ സഹിക്കാൻ എപ്പോഴും ഇങ്ങനെ ഇവരെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനേക്കാളൊക്കെ നല്ലത് പിന്നീട് റസൂൽ ഞങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു ആയിഷ. സ്ത്രീയാണല്ലോ, സഹജമായിട്ട് ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ആയിഷ, അതിനേക്കാൾ മെച്ചപ്പെട്ടതൊന്നും പടച്ചവൻ എനിക്ക് പിന്നീട് തന്നിട്ടില്ല. എന്നെ ആളുകൾ അവിശ്വസിച്ചപ്പോൾ അവരെന്നിൽ വിശ്വസിച്ചു. ഞാൻ സാമ്പത്തികമായിട്ട് തകർന്നപ്പോൾ സ്വന്തം സമ്പത്ത് നൽകി സഹായിച്ചു. എനിക്ക് ഏറ്റവും വലിയ ആശയും ആവേശവുമായിരുന്നു അവർ. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് സൽസന്താനങ്ങളെ പ്രദാനം ചെയ്തത് ഖദീജയിലാണ്. അതുകൊണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നും കിട്ടിയിട്ടില്ല. മേലിൽ ഈ ജാതി വർത്താനം പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവിന് വിപരീതമായി ക്ഷോഭിച്ചുകൊണ്ട് ആയിഷ പറയുന്നു, പിന്നീട് ഒരിക്കലും അവരെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടില്ല എന്ന്. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, മരിച്ചതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രവാചകന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലൈല മജ്നുവിലെ പ്രണയത്തേക്കാൾ തീവ്രമാണ്. ഇത് നമ്മുടെ ഷാജഹാൻ മുംതാസ് കഥയേക്കാൾ വളരെ തീവ്രമാണ്. ഇത് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിനേക്കാൾ തീവ്രമാണ്. ഏറ്റവും തീവ്രമായ പ്രണയത്തിന്റെ ആഴമുള്ള ഈ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം. ഇതിലൂടെയാണ് ഒരു പെണ്ണിന്റെ പുരോഗതി എന്ന് പറയുന്നത്. ഉയരങ്ങളിലെത്തി ഖദീജ, അക്ഷരാർത്ഥത്തിൽ തന്നെ ഉയരങ്ങളിലെത്തി. ഒരൊറ്റ സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ ജിബ്രീൽ വന്നു. അബൂ ഹുറൈറ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഖദീജ വരും. അവരുടെ കയ്യിൽ ഒരു കറിപ്പാത്രമുണ്ടായിരിക്കും. താങ്കൾക്ക് വേണ്ടതുമായിട്ട് വരികയാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഫഇദാ ഹിയ അതതക ഫഖറ അലൈഹ അസ്സലാമ മിർ റബ്ബിഹാ വ മിന്നി. പ്രത്യേകമായിട്ട് സഹോദരികൾ ശ്രദ്ധിക്കണം. ഖദീജ എന്തുമാത്രം വളർന്നു ഉയർന്നു എന്ന് ചോദിച്ചാൽ എവിടം വരെ എത്തി എന്നതിന്റെ ഉദാഹരണം ജിബ്രീൽ വന്നിട്ട് പറയാണ്, അള്ളാന്റെ മുഖറബായ മലക്ക് വന്നിട്ട്, അള്ളാന്റെ റസൂലെ, ഖദീജ വരുമ്പോൾ താങ്കൾ ഫഖറ അലൈഹ അസ്സലാമ മിർ റബ്ബിഹാ വ മിന്നി, രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സലാമുണ്ടവർക്ക്, അള്ളാന്റെ സലാമേ, അല്ല സലാം പറഞ്ഞിരിക്കുന്നു ഖദീജക്ക്. അതുകൊണ്ട് റബ്ബിന്റെ സലാം അവരെ അറിയിക്കണം. മിന്നി, ഈ വിനീതനായ എന്റെയും സലാം ഖദീജക്ക് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു എന്ന് അബൂ ഹുറൈറ രേഖപ്പെടുത്തുകയാണ്. ഓ ബശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നത്തി മിൻ ഖസബിൻ, രത്നം കൊണ്ടുള്ള ഒരു കൊട്ടാരം അവർക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അവരെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക റസൂലേ. ലാ സഖബ ഫീഹി വലാ നസബ, പറയുകയാണ്, ക്ഷീണം അനുഭവിക്കാത്ത, ക്ലേശം അനുഭവിക്കാത്ത, ഒരൊച്ചപ്പാടും ശബ്ദകോലാഹലങ്ങളുമില്ലാത്ത രത്നകവചിതമായ ഒരു കൊട്ടാരം സ്വർഗത്തിൽ ഖദീജയ്ക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്നും അവരോട് പറയാൻ പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു എന്ന് പറയുകയാണ്. ഇതാണല്ലോ പെണ്ണിന്റെ യഥാർത്ഥമായ വളർച്ച. അത് ആകാശലോകങ്ങളിലും പ്രശസ്തിയാണ്. അങ്ങനെ ഖദീജയുടെ മാതൃക പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, സാധാരണ നമ്മൾ കല്യാണ ഖുതുബകളിൽ കേട്ട് തള്ളിവിടാറുള്ള ആ ഖദീജയും നബിയും തമ്മിലുള്ള ഹൃദയത്തിന്റെ ഇണക്കം, ആ പ്രണയം, ആ സ്നേഹം, ആ ബന്ധത്തിന്റെ ആഴം, ഇതാണ് യഥാർത്ഥത്തിൽ മുഅ്മിനത്തായ ഒരു സ്ത്രീയും മുഅ്മിനായ ഒരു പുരുഷനും പങ്കാളികളാകുന്ന ദാമ്പത്യത്തിൽ ഉണ്ടായിത്തീരേണ്ടത്. പ്രമാണങ്ങളിലേക്ക് കണ്ണുതിരിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിന്റെ പോരായ്മകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.